ഈ പന്നി നായ ഇതിനെപ്പറ്റി ഇസ്ലാം എന്താ പറഞ്ഞത്? പന്നിപ്പനി എന്ന് പറഞ്ഞാൽ പന്നിയായിട്ട് ബന്ധമില്ല എന്നാണ് ഇപ്പൊ പറയുന്നത്. ബന്ധം ഉണ്ടായാലും ഇല്ലെങ്കിലും നായപ്പനി എന്നല്ലല്ലോ പറയുന്നത്, ഇപ്പൊ പന്നിപ്പനിയാ വന്നത്. അല്ലല്ലോ പൂച്ചപ്പനി എന്ന് പറയുന്നില്ലല്ലോ. പൂച്ചപ്പനി അല്ലല്ലോ പറയുന്നത്, പന്നിപ്പനി. എല്ലാ ജീവജാലങ്ങളും അവരുടെ തോലുകൾ ഊറക്കിട്ട് ഉപ്പ് തേച്ച് ശുദ്ധീകരിച്ചാൽ ശുദ്ധിയാകും. നായ പന്നിയുടെ ശുദ്ധിയാവില്ല. എത്ര ഡെറ്റോൾ ഒഴിച്ചാലും എത്ര ആസിഡ് ഒഴിച്ചാലും നായയുടെയും പന്നിയുടെയും കൊണ്ട് നജസായത് ശുദ്ധിയാവില്ല എന്ന് ഇസ്ലാം മതം തറപ്പിച്ചു പറഞ്ഞു. അപ്പൊ ചില പാശ്ചാത്യർ എന്ത് ചെയ്തു? പിന്നെ നായനെ ഉമ്മ വെച്ചിട്ട് നായക്കുട്ടിനെ അടുത്ത് ഉമ്മ വെച്ചെടുക്കല്ലോ. ഇംഗ്ലീഷുകാരെ ഉണ്ടല്ലോ, നായക്കുട്ടി സ്വന്തം കുട്ടികളെക്കാ പരിഗണന നായക്കുട്ടിക്ക. ഒരു ഇംഗ്ലീഷുകാർ ഇന്നാൾ ടി വിയിലുണ്ടായിരുന്നു. നായയുമായി ഭോഗം നടത്തി നായയുടെ ബീജം ഗർഭപാത്രത്തിൽ കടത്തി നായയുടെ കുട്ടീനെ പ്രസവിച്ചിട്ട് നായനെ കല്യാണം കഴിച്ച് ജീവിക്കാൻ ഒരു ഇംഗ്ലീഷുകാരി. ഭർത്താവാരാ നായ. എയർ കണ്ടീഷൻ റൂമില് 2 ബെഡ്, ഒന്നില് ഭർത്താവ് ഒന്നില് ഭാര്യയും കിടക്കാൻ. വൃത്തികെട്ട ഒരു ജനത. ഇതിനേക്കാൾ വൃത്തികെട്ടുണ്ടോ? നായക്കറിയോ ഈ കിടക്കുന്ന സാധനന്റെ ഭാര്യ? അത് നായക്കറിയില്ലല്ലോ. ആ നായനേക്കാൾ വിവരമില്ലാത്ത വർഗം ആ നായയായി ഭോഗം നടത്തി ആ നായയുടെ ബീജം ഗർഭപാത്രത്തിൽ ആവാഹിച്ചെടുത്ത് നായയുടെ ബീജം ഗർഭം ധരിച്ച് നായവർഗത്തിൽപ്പെട്ട ഒരു നായയെ പ്രസവിക്കാൻ അല്ലെങ്കിൽ ഒരു പട്ടിയെ പ്രസവിക്കാൻ കാത്തിരിക്കുകയാണ് ഒരു മനുഷ്യപ്പെണ്ണ്. അതാ ഇംഗ്ലീഷുകാരന്റെ സംസ്കാരം. ഇസ്ലാം മതം പറഞ്ഞു നായയും പന്നിയും അത് വെറുക്കപ്പെട്ട ജീവിയാന്ന് ഇസ്ലാം മതം പറഞ്ഞിട്ടില്ല കേട്ടോ മോനെ. ഇസ്ലാം മതം ഒരു ജീവിനെ വെറുത്തിട്ടൊന്നുമില്ല. വെറുപ്പ് കൊണ്ടല്ല ഇസ്ലാം മതം പറഞ്ഞത്. അതിന്റെ ശരീരത്തിന്റെ ഘടന, അതിന്റെ പ്രത്യേക സിറ്റുവേഷൻ അത് മനസ്സിലാക്കിയിട്ട് ഇസ്ലാം മതം പറഞ്ഞ നായ പന്നിയിലെ കിടക്കരുത്. അല്ലാതെ നായനെയും പന്നിനെ എവിടെ കണ്ടോളെ തല്ലിക്കൊല്ലണം റസൂൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മൻറഹാമിൻകും നിങ്ങൾ ആരെങ്കിലും ഒരു നായനെ കണ്ടാൽ കല്ലണമെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്നിട്ട് അതിനവൻ തല്ലിക്കൊന്നില്ല. എന്നാൽ അവൻ പരിപൂർണമായി നമ്മളിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞതിന്റെ എന്താണ് അതിന്റെ വ്യാഖ്യാനം? മൻറഹാമിൻകും ഹയ്യത്തൻ, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും മനുഷ്യനെ ഉപദ്രവിക്കുന്ന ഒരു പാമ്പിനെ കണ്ടാൽ, എന്നിട്ട് മനുഷ്യനെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ആ പാമ്പിനെ കണ്ടപ്പോ ഇവൻ മനസ്സിലായി എന്റെ തടി ഹൈച്ചിലായി, അടുത്തോനെ വരുന്നവനെ പൂശിക്കോട്ടെ എന്ന് വെച്ച് ആ പാമ്പിനെ വെറുതെ വിട്ട് ഉപദ്രവം ചെയ്യുന്ന ജീവിയെ വെറുതെ വിട്ടുപോയാൽ, അവൻ കൊല്ലാതെ മനഃപൂർവ്വം വിട്ടേച്ച് കളഞ്ഞാൽ അവൻ പരിപൂർണമായി ഇസ്ലാമിന്റെ ആദർശത്തിൽപ്പെട്ടവനല്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി